ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു +2 ഇക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ് റൂം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാക്രോ എക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ 4 ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാനം നിർണ്ണയിക്കൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പെസിഫിക് ആയ കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇൻകം ഡിറ്റർമിനേഷൻ, വരുമാനം നിർണ്ണയിക്കൽ, അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ഇക്കണോമിക് തോട്ട്. ക്ലാസിക്കൽ സാമ്പത്തിക വിദഗ്ധരാരൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? മാക്രോ എക്കണോമിക്സിലെ 1ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് പഠിച്ചു. ആരൊക്കെയായിരുന്നു? ആഡം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ, JS മിൽ, JB സേ, AC പിഗു. ഇവരൊക്കെയാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ഇക്കണോമിക് തോട്ടിൽ ഉൾപ്പെടുന്ന ഇക്കണോമിസ്റ്റുകളെ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധർ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന 2 കാര്യങ്ങളാണ് എക്സ് പോസ്റ്റ് ആൻഡ് എക്സ് ആൻറ്റെ. അതിങ്ങനെ തന്നെ പഠിക്കണം. എന്താണ് എക്സ് പോസ്റ്റ് ആൻഡ് എക്സ് ആൻറ്റെ? ദ പ്ലാൻഡ് ഓർ ഡിസയർഡ് ഓർ ഇൻറ്റൻഡഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ ഈസ് കോൾഡ് എക്സ് ആൻറ്റെ. അതായത് ഒരു ചരത്തിൻ്റെ ആസൂത്രിത മൂല്യത്തിനാണ് എന്ത് പറയുന്നത്? എക്സ് ആൻറ്റെ എന്ന് പറയാം. അപ്പോൾ എക്സ് ആൻറ്റെ എന്ന് പറഞ്ഞാൽ എന്താ? ആസൂത്രിതം എന്നാണ്. ആസൂത്രിതം അല്ലെങ്കിൽ പ്ലാൻഡ് ആണ്. പ്ലാൻഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ, ഒരു ചരത്തിൻ്റെ ആസൂത്രിത മൂല്യത്തിനാണ് എന്ത് പറയാ? എക്സ് ആൻറ്റെ എന്ന് പറയാം. നെക്സ്റ്റ് എക്സ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആക്ച്വൽ ഓർ റിയലൈസ്ഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ ഈസ് കോൾഡ് എക്സ് പോസ്റ്റ്. അതായത് ഒരു ചരത്തിൻ്റെ യഥാർത്ഥ മൂല്യത്തിനെ പറയുന്ന പേരാണ് എക്സ് പോസ്റ്റ്. അപ്പോൾ എക്സ് ആൻറ്റെ, എക്സ് പോസ്റ്റ്. എക്സ് ആൻറ്റെ എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാൻഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ ആണ് അല്ലേ? ഒരു ചരത്തിൻ്റെ ആസൂത്രിത മൂല്യത്തെയാണ്. എക്സ് പോസ്റ്റ് എന്ന് പറഞ്ഞാലോ ആക്ച്വൽ വാല്യൂ ഓഫ് എ വേരിയബിൾ. ഒരു ചരത്തിൻ്റെ യഥാർത്ഥ മൂല്യത്തിനെയാണ് എക്സ് പോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് എക്സ് ആൻറ്റെ കൺസംഷൻ. എക്സ് ആൻറ്റെ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ആൻറ്റെ ഉപഭോഗം. എക്സ് ആൻറ്റെ എന്ന് പറഞ്ഞാൽ മീനിങ് നമുക്കറിയാം, പ്ലാൻഡ് ആണ് അല്ലേ? അല്ലെങ്കിൽ ആസൂത്രിതമാണ്. അപ്പോൾ എക്സ് ആൻറ്റെ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്ലാൻഡ് കൺസംഷൻ അല്ലെങ്കിൽ ആസൂത്രിതമായ ഉപഭോഗത്തിനെയാണ് എന്ത് പറയുന്നത്? എക്സ് ആൻറ്റെ കൺസംഷൻ. ഓക്കെ, ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് Y = C + S. Y എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ഇൻകം അല്ലെങ്കിൽ വരുമാനത്തിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് Y എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ Y എന്ന് പറഞ്ഞാൽ. Y = C + S. C എന്ന് പറഞ്ഞാൽ എന്താ? കൺസംഷൻ ആണ്, ഉപഭോഗമാണ്. S എന്ന് പറഞ്ഞാൽ സേവിങ്സ് ആണ് അല്ലെങ്കിൽ സമ്പാദ്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്? കൺസംഷനും സേവിങ്സും, ഉപഭോഗവും സമ്പാദ്യവും ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ രണ്ടിൻ്റെയും തുകയാണ് ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ. ഓർത്ത് വെക്കണം, Y = C + S ആണ്. ദെൻ നമുക്ക് പഠിക്കേണ്ടത് കൺസംഷൻ ഫംഗ്ഷൻ, ഉപഭോഗധർമ്മം എന്താണെന്ന് പഠിക്കണം. നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിമാൻഡ് ഫംഗ്ഷൻ, ചോദന ധർമ്മം പഠിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒന്നാണ് കൺസംഷൻ ഫംഗ്ഷൻ, ഉപഭോഗധർമ്മം. ദർ ഈസ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. അതായത് വരുമാനവും ഉപഭോഗവും തമ്മിലുള്ള ബന്ധത്തിനെ കാണിക്കുന്നതാണ് ഉപഭോഗധർമ്മം. ഇറ്റ് ഈസ് കോൾഡ് കൺസംഷൻ ഫംഗ്ഷൻ ഓർ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഓക്കെ, ഇതിനെ ഉപഭോഗധർമ്മം എന്ന് പറയുന്നു. മറ്റൊരു പേരാണ് ഉപഭോഗ പ്രവണത. എന്തൊക്കെയാണ്? ഉപഭോഗധർമ്മം എന്നും ഉപഭോഗ പ്രവണത എന്നും പറയുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കൺസംഷൻ ഫംഗ്ഷൻ ഓർ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അപ്പോൾ എന്താ പറഞ്ഞത്? ദർ ഈസ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് കൺസംഷൻ. ഉപഭോഗവും വരുമാനവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് ഉപഭോഗധർമ്മം. ഉപഭോഗധർമ്മം നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? C = F(y). നമ്മൾ നേരത്തെ എഴുതിയിരുന്നു അല്ലേ? QD = ഫംഗ്ഷൻ ഓഫ് P എന്ന് എഴുതിയില്ലേ? അതുപോലെ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ചോദനത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ സാധനത്തിന്റെ വിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ? QD = F(P) എന്നായിരുന്നു. എന്നാൽ ഇവിടെ എന്താ? C = F(y) ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? C എന്ന് പറഞ്ഞാൽ കൺസംഷൻ അല്ലെ? ഉപഭോഗം. ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്? ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം. Y എന്ന് പറഞ്ഞാൽ ഇൻകം അല്ലെങ്കിൽ വരുമാനം. വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൺസംഷൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നത് ആരാണ്? യെസ്, Y ആണ്, വരുമാനമാണ്, ഇൻകം ആണ്. എന്നാൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് ആരാ?
അല്ലെങ്കിൽ ഒന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നത് ആരാണ്? കൺസംഷൻ ആണ്, അല്ലെങ്കിൽ ഉപഭോഗമാണ്. ഉപഭോഗമാണ് വരുമാനത്തെ ആശ്രയിച്ച് നിൽക്കുന്നത്, അല്ലെ? കൺസംഷൻ ആണ് ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തു വെക്കണം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ, ആ ടേം ഇംഗ്ലീഷ് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ, ഇറ്റ് ഈസ് ബ്രോട്ട് ബൈ J.M. കെയ്ൻസ്. J.M. കെയ്ൻസ് ആണ് ഈ ഒരു സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. ദ ലോ സേസ് ദാറ്റ് when income of increase, their consumption also increases but less than proportionate increase in income. അതായത് when income of a consumer or income of a person increases, their consumption also increases but less than proportionate increase in income. അതായത് ഒരു വ്യക്തിയുടെ കയ്യിലുള്ള വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു വരുമാനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉപഭോഗം നിൽക്കുന്നത്. ഒരു വ്യക്തിയുടെ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉപഭോഗവും വർദ്ധിക്കും, അല്ലെ? ഇൻകം വർദ്ധിച്ചു കഴിഞ്ഞാൽ കൺസംഷനും വർദ്ധിക്കും. എന്നാൽ ഇൻകത്തിലുണ്ടായ വർധനവിനേക്കാൾ, വരുമാനത്തിലുണ്ടായ വർധനവിനേക്കാൾ കുറവായിരിക്കും ഉപഭോഗത്തിലുണ്ടായ അല്ലെങ്കിൽ കൺസംഷനുണ്ടായ വർധനവ്. ഫോർ എക്സാമ്പിൾ, 100 രൂപ വരുമാനമുള്ള സമയത്ത് 50 ഉപഭോഗം നടത്തിയിരുന്നത്, 50 ഉപഭോഗം നടത്തിയിരുന്നത്. ഇനി എൻ്റെ വരുമാനം 200 രൂപയെന്ന് വിചാരിക്കുക, 100-ൽ നിന്ന് 200 രൂപയെന്ന് വിചാരിക്കുക. വരുമാനം വർദ്ധിച്ചു. വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് വർദ്ധിക്കുന്നു? ഉപഭോഗം വർദ്ധിക്കും. എന്നാൽ വരുമാനത്തിലുണ്ടായ വർധനവിനേക്കാൾ കുറവായിരിക്കും. വരുമാനം എത്ര വർദ്ധിച്ചു? 100 ആണ് വർദ്ധിച്ചത്, അല്ലേ? ആദ്യം 100 രൂപയായിരുന്നു, അത് 100 രൂപയോടെ കൂടിയിട്ട് 200 രൂപയായി. 100 രൂപയുള്ളപ്പോൾ ഉപഭോഗം എത്രയായിരുന്നു? കൺസംഷൻ 50 ആയിരുന്നു. എന്നാൽ 200 രൂപയായപ്പോൾ അത് 60 വർദ്ധിച്ചു. 60 എന്ന് പറഞ്ഞാൽ എത്ര വ്യത്യാസം വന്നേ? 10 ആണല്ലേ? അപ്പോൾ വരുമാനത്തിലുണ്ടായ വ്യത്യാസം എത്രയാ? 100 ആണ്. എന്നാൽ ഉപഭോഗത്തിലുണ്ടായ വ്യത്യാസമോ 10 ആണ്. എന്ന് വെച്ചാൽ വരുമാനത്തിലുണ്ടായ വ്യത്യാസത്തേക്കാൾ കുറവാണ് ഉപഭോഗത്തിലുണ്ടായ വ്യത്യാസം അല്ലെങ്കിൽ കൺസംഷനിലുണ്ടായ വ്യത്യാസം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. When income of a person increases, their consumption also increases but less than proportionate increase in income. ഓക്കെ, വരുമാനത്തിലുണ്ടായ വർധനവിനേക്കാൾ കുറവായിരിക്കും ഉപഭോഗത്തിലുണ്ടായ വർധന. നമ്മൾ നേരത്തെ പറഞ്ഞു y = C+S ആണല്ലേ? y എന്ന് പറഞ്ഞാൽ വരുമാനമാണ്, C എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഉപഭോഗമാണ്, S എന്ന് പറഞ്ഞാലോ സേവിങ്സ് ആണ് അല്ലെങ്കിൽ സമ്പാദ്യമാണ്. നെക്സ്റ്റ് ഇവിടെ 2 മാർക്കിന് ചോദിക്കുന്ന ഫില്ലിംഗ് ദ ബ്ലാങ്ക് ആയിട്ടും പ്രോബ്ലം ആയിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. നോക്കിക്കോളൂ, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ശരാശരി ഉപഭോഗ പ്രവണത എന്ന് മലയാളത്തിൽ പറയും. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ശരാശരി ഉപഭോഗ പ്രവണത. അതിന്റെ ഷോർട്ട് നെയിം ആണ് APC, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, APC. ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ഉപഭോഗവും വരുമാനവും തമ്മിലുള്ള അനുപാതത്തിനെയാണ് എന്ത് പറയുന്നത്? APC അല്ലെങ്കിൽ ശരാശരി ഉപഭോഗ പ്രവണത. അപ്പോൾ APC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? APC = C/Y. C എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഉപഭോഗമാണ്, Y എന്ന് പറഞ്ഞാലോ വരുമാനം ഇൻകം ആണ്. അപ്പോൾ എന്താണ് APC എന്ന് പറഞ്ഞാൽ? എന്താ? റേഷ്യോ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. ഉപഭോഗവും വരുമാനവും തമ്മിലുള്ള അനുപാതം. അനുപാതത്തിനെ കാണിക്കുന്ന ചിഹ്നം എന്താ? ഡിവിഷൻ ആണല്ലേ, ഡിവൈഡ് ആണ്. അപ്പോൾ ഇക്വേഷൻ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടതാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, സീമാന്ത ഉപഭോഗ പ്രവണത. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതിന്റെ ഷോർട്ടാണ് MPC. അപ്പോൾ ആ പേരും പഠിച്ചു വെക്കുക. ഇംഗ്ലീഷ് പേരും പഠിക്കണം, മലയാളം പേരും പഠിച്ചു വെക്കണം കേട്ടോ. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, MPC, സീമാന്ത ഉപഭോഗ പ്രവണത. ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ കൺസംഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇൻകം. സിമ്പിൾ ഇക്വേഷനാണ് അല്ലേ? മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താ? സീമാന്തം എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചസ് ആണല്ലേ, മാറ്റം. നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി, മാർജിനൽ പ്രൊഡക്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മാർജിനൽ റവന്യൂ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് മാർജിനൽ? അത് സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാ? ഡിനോട്ട് ഏതാ? ഡെൽറ്റ ആണ് അല്ലേ? മാർജിനൽ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ആണ്, മാറ്റത്തിനെ കാണിക്കുന്ന ചിഹ്നം ഏതാ? ഡെൽറ്റ ആണ്. അപ്പോൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് MPC = ΔC / ΔY. നമുക്ക് എങ്ങനെ പറയാം? ഉപഭോഗത്തിലുണ്ടാകുന്ന വ്യത്യാസവും വരുമാനത്തിലുള്ള വ്യത്യാസവും തമ്മിലുള്ള അനുപാതത്തിനെയാണ് MPC എന്ന് പറയാ. ഓക്കെ, ഓർത്ത് വെക്കണം കേട്ടോ. ആദ്യം നമ്മൾ പഠിച്ചത് APC ആയിരുന്നു. ഉപഭോഗവും വരുമാനവും തമ്മിലുള്ള അനുപാതമാണ് അത്. എന്നാൽ MPC എന്താ? ഉപഭോഗത്തിലുണ്ടായ വ്യത്യാസവും, ചേഞ്ചസ് ഇൻ കൺസംഷനും, അതുപോലെ വരുമാനത്തിലുണ്ടായ വ്യത്യാസവും ചേഞ്ച് ഇൻ ഇൻകവും തമ്മിലുള്ള റേഷ്യോ
അനുപാതത്തിനെയാണ് എന്ത് പറയാ, MPC എന്ന് പറയാ, ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. നമ്മളിപ്പോൾ പറഞ്ഞത് കൺസംഷനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. വരുമാനം എന്ന് പറഞ്ഞാൽ കൺസംഷൻ മാത്രമാണോ? അല്ല, കൺസംഷനും സേവിങ്സും സിയും എസും കൂടിയതാണ് വൈ എന്ന് പറഞ്ഞാൽ. അപ്പൊ അടുത്ത പഠിക്കേണ്ടത് ആരാ? ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്, APS എന്ന് പറയും. ശരാശരി സമ്പാദ്യ പ്രവണത, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ സേവിങ്സ് ആൻഡ് ദി ഇൻകം. സമ്പാദ്യവും വരുമാനവും തമ്മിലുള്ള അനുപാതത്തിനെയാണ് എന്ത് പറയാ, APS എന്ന് പറയാ. സിമ്പിൾ ആണല്ലോ. എങ്ങനെ എഴുതാം? APS ഈക്വൽ ടു S/Y അല്ലേ. അതായത് S എന്ന് പറഞ്ഞാൽ സമ്പാദ്യം, സേവിങ്സ് ആണ്. Y എന്ന് പറഞ്ഞാലോ വരുമാനം, ഇൻകം ആണ്. ഇത് രണ്ടും തമ്മിലുള്ള അനുപാതം. റേഷ്യോ എന്ന് പറഞ്ഞാൽ ചിഹ്നം ഏതാ? യെസ്, ഡിവിഷൻ ആണ് അല്ലെ, ഹരണമാണ്. അപ്പോൾ എന്താണ്? സമ്പാദ്യവും വരുമാനവും തമ്മിലുള്ള അനുപാതത്തിനെയാണ് എന്ത് പറയാ, APS എന്ന് പറയാ. ഓക്കെ, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്, ശരാശരി സമ്പാദ്യ പ്രവണത. ഓക്കെ, നെക്സ്റ്റ് എന്തായിരിക്കും വരിക? യെസ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, MPS, സീമാന്ത സമ്പാദ്യ പ്രവണത. എന്തായിരിക്കും? മാർജിനൽ എന്നൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും ചിഹ്നം? ഡെൽറ്റ ആയിരിക്കും. സിമ്പിൾ ആണല്ലോ. ആ ഡെൽറ്റ മാത്രം കൊടുത്താൽ മതി. എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ സേവിങ്സ് ആൻഡ് ദി ചേഞ്ച് ഇൻ ഇൻകം. സമ്പാദ്യത്തിലെ മാറ്റവും വരുമാനത്തിലെ മാറ്റവും തമ്മിലുള്ള അനുപാതത്തിനെയാണ് എന്ത് പറയുന്നത്? MPS അല്ലെങ്കിൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, സീമാന്ത സമ്പാദ്യ പ്രവണത എന്ന് പറയുന്നത്. എങ്ങനെ എഴുതാം നമുക്ക്? MPS ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ. ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ട് പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ APC ആൻഡ് APS, MPC ആൻഡ് MPS. APCയും APSും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കണം. അതുപോലെയോ MPCയും MPSും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കണം. ഇപ്പോൾ രണ്ടാളുകൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് പഠിക്കണം. ഫസ്റ്റ് വൺ APC ആൻഡ് APS, ദെൻ MPC ആൻഡ് MPS. APC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായിരുന്നു? C/Y ആണല്ലേ. C/Y ആണ്. C/Y ആണ്. ഓക്കെ, APS എന്ന് പറഞ്ഞാലോ S/Y ആണല്ലേ. S/Y ആണ്. ശ്രദ്ധിച്ചോട്ടോ. ഇനി നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. APSും APCയും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. APC പ്ലസ് APS ഈക്വൽ ടു 1 ആയിരിക്കും. അത് ആലോചിച്ച് വെക്കണം. അതിവിടെ ഞാൻ ബോക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രോപ്പർട്ടിയാണ്. അതെങ്ങനെ കിട്ടിയെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഫൈനൽ ബോക്സിൽ കൊടുത്ത ആ കാര്യം മാത്രം പഠിക്കാം. APS പ്ലസ് APC ഈക്വൽ ടു 1 ആയിരിക്കും. ഉത്തരം 1 എന്നായിരിക്കും. APSും APCയും രണ്ടും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 1 ആയിരിക്കും. അതുപോലെ എന്തായിരിക്കും? APCയും APSും തമ്മിൽ കൂട്ടിയാൽ ഉത്തരം 1 ആണെങ്കിൽ MPCയും MPSും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. അതിനും ഡെറിവേഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ കിട്ടിയ രീതിയൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിച്ചു വെക്കുക. എങ്ങനെ പറയാം? ബോക്സിലാക്കി കണ്ടല്ലോ. MPC പ്ലസ് MPS ഈക്വൽ ടു 1 ആണ്. MPCയും MPSും കൂട്ടി കിട്ടിയാൽ കിട്ടുന്ന ഉത്തരം എത്രയാ? 1 ആയിരിക്കും. അത് ഓർത്തു വെക്കണം. അപ്പോൾ APCയും APSും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 1 ആണ്. അതുപോലെ MPCയും MPSും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 1 ആണ്. അതൊരു പ്രോപ്പർട്ടി ആയിട്ട് ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കൺസംഷൻ ഫംഗ്ഷൻ. കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ടോട്ടൽ കൺസംഷൻ ഇൻക്ലൂഡ് ബോത്ത് ഓട്ടോണമസ് കൺസംഷൻ ആൻഡ് ഇൻകം ലെവൽ കൺസംഷൻ. അതായത് ഒരു മൊത്തം ഉപഭോഗം എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും? ഓട്ടോണമസ് കൺസംഷൻ. ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് അങ്ങനെ പഠിച്ചു വെക്കുക. ഓട്ടോണമസ് ഉപഭോഗവും അതുപോലെ വരുമാനവും, വരുമാനത്തിന്റെ അളവും ഉൾപ്പെട്ടതായിരിക്കും ഒരു കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് ഈ ഓട്ടോണമസ് കൺസംഷൻ അല്ലെങ്കിൽ എന്താണ് ഓട്ടോണമസ് ഉപഭോഗം? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓട്ടോണമസ് കോസ്റ്റ്, ഓട്ടോണമസ് ചെലവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ഉൽപ്പന്നമൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ പോലും ഒരു സ്ഥാപനത്തിന് നിശ്ചിത ചെലവുകൾ ഉണ്ടായിരിക്കും. കറണ്ട് ബില്ല് അടയ്ക്കണം, സ്ഥിര ജോലിക്കാർക്ക് പെർമനന്റ് എംപ്ലോയീസിന് സാലറി കൊടുക്കണം. ഇതെല്ലാം എന്താണ്? പ്രൊഡക്ഷൻ നടന്നിട്ടില്ലെങ്കിലും കൊടുക്കേണ്ട കാര്യമാണ്. പ്രൊഡക്ഷൻ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ പോലും അവിടെ എന്ത് കൊടുക്കണം? ചില കോസ്റ്റുകൾ നമുക്കുണ്ട്. അപ്പോൾ ആ കോസ്റ്റിനെ പറയുന്ന പേരായിരുന്നു എന്ത്? ഓട്ടോണമസ് കോസ്റ്റ് അല്ലെങ്കിൽ ഓട്ടോണമസ് ചെലവ്. എന്നാൽ ഇവിടെ ഓട്ടോണമസ് കോസ്റ്റ് ആണോ? അല്ല, ഓട്ടോണമസ് കൺസംഷൻ ആണല്ലേ. ഓട്ടോണമസ് ഉപഭോഗമാണ്. അപ്പോൾ എന്തായിരിക്കും ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ? ദ ലെവൽ ഓഫ് കൺസംഷൻ അറ്റ് ദി ഇൻകം ലെവൽ 0 ഈസ് കോൾഡ് ഓട്ടോണമസ് കൺസംഷൻ. വരുമാനം 0 ആണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് നിശ്ചിത
സംഖ്യ എന്തുണ്ടായിരിക്കും? ഉപഭോഗം ഉണ്ടായിരിക്കും. എന്താണ്? ഒരു വ്യക്തിയുടെ വരുമാനം 0 ആണെങ്കിൽ പോലും ഒരു നിശ്ചിത അളവ് ഉപഭോഗം ഉണ്ടായിരിക്കും. ആ ഉപഭോഗത്തിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോണമസ് ഉപഭോഗം. ദ ലെവൽ ഓഫ് കൺസംഷൻ അറ്റ് ദി ഇൻകം ലെവൽ 0. അതായത് വരുമാനം 0 ആണെങ്കിൽ പോലും ഒരു വ്യക്തിക്ക് നിശ്ചിത എമൗണ്ട് എന്തുണ്ടായിരിക്കും? ഉപഭോഗം ഉണ്ടായിരിക്കും. അതിനെയാണ് ഓട്ടോണമസ് ഉപഭോഗം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കിക്കോളൂ. സി എന്ന് പറഞ്ഞാൽ എന്താ? കൺസംഷൻ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ നോക്കിക്കേ. സി ഈക്വൽ ടു സി ബാർ എന്ന നമ്മൾ എക്സ് ബാർ പഠിച്ചിട്ടില്ലേ? ഫസ്റ്റ് ഇയറിൽ അരിത്തമെറ്റിക് മീൻ പഠിച്ചില്ലേ? എക്സ് ബാർ, എക്സിന്റെ മുകളിൽ ഒരു ബാർ വരച്ചു അല്ലെ? ഇവിടെ എക്സ് ബാർ അല്ല, സി ആട്ടോ അല്ലേ? സിന്റെ മുകളിൽ ബാർ. അപ്പോൾ സി ബാർ പ്ലസ് സ്മോൾ ലെറ്റർ സി ഇൻറ്റു, ആ ഡോട്ടിന്റെ അർത്ഥം എന്താ? ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ വൈ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ, കൺസംഷൻ ഫംഗ്ഷൻ ഞാൻ എങ്ങനെ എഴുതിയത്? സി ഈക്വൽ ടു, അതായത് ടോട്ടൽ കൺസംഷൻ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. മൊത്തം ഉപഭോഗ ധർമ്മത്തിന്റെ ഇക്വേഷൻ ആണ് സി ഈക്വൽ ടു സി ബാർ പ്ലസ് സി ഇൻറ്റു വൈ. ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്താ? കൺസംഷൻ ആണ് അല്ലെ? ഉപഭോഗമാണ്. സി ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോണമസ് കൺസംഷൻ ആണ്. നിങ്ങൾ ഇത്ര ആലോചിച്ച് വെക്കുക, ഏത് ലെറ്ററിന്റെ മുകളിലാണോ ബാർ ഉള്ളത് ആ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഓട്ടോണമസ് എന്നാണ്. ആലോചിച്ച് വെക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ സി ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോണമസ് കൺസംഷൻ ആണ്, ഓട്ടോണമസ് ഉപഭോഗമാണ്. ഇനി അതിൽ പറഞ്ഞിട്ടുള്ള സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ എന്താ? MPC ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്, അല്ലെങ്കിൽ സീമാന്ത ഉപഭോഗ പ്രവണതയാണ്, MPC ആണ്. അതിലെ വൈ എന്താണ്? ഇൻകം അല്ലെങ്കിൽ വരുമാനമാണ്. ഓക്കെ, അതൊന്ന് ആലോചിച്ച് വെക്കുക. ക്ലിയർ ആണല്ലോ? ഇവിടെ അത് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് റിവിഷൻ സമയത്ത് പ്രോബ്ലംസ് എല്ലാം എടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ തിയറി പാർട്ടാണ് അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ് ആൻഡ് അഗ്രിഗേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഓർ എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഓക്കെ, കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. എക്സ് ആൻഡ് എന്താണ്, എക്സ് പോസ്റ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. എക്സ് ആൻഡ് എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ആണ്, ആസൂത്രിതമാണ്. എക്സ് പോസ്റ്റ് എന്ന് പറഞ്ഞാലോ ആക്ച്വൽ ആണ്, അല്ലെങ്കിൽ യഥാർത്ഥമാണ്. അതൊന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇനി നിങ്ങളിവിടെ ആലോചിച്ച് വെക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം. അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കുറിച്ച് പഠിക്കണം, അഗ്രിഗേറ്റ് സപ്ലൈയെ കുറിച്ച് പഠിക്കണം. മൊത്തം ചോദനവും മൊത്തം പ്രധാനവും. അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ. Aggregate demand is defined as the total demand for all final goods and services produced in the economy in a accounting year. അതായത് ഒരു വർഷത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും മൊത്തം ഡിമാൻഡിനെയാണ് എന്ത് പറയുന്നത്? മൊത്തം ചോദനത്തിനെയാണ് എന്ത് പറയുക? അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ മൊത്തം ചോദനം എന്ന് പറയുക. അപ്പൊ എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും ആകെയുള്ള ചോദനത്തിനെയാണ് മൊത്തം ഡിമാൻഡ് അല്ലെങ്കിൽ മൊത്തം ചോദനം, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതൊന്ന് ഓർത്തു വെക്കുക. ഇവിടെ നമുക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കുറിച്ച് പഠിക്കാനുള്ളത് സിമ്പിൾ ഇക്കണോമി വിത്ത് 2 സെക്ടേഴ്സ്, 2 സെക്ടേഴ്സ് മാത്രമുള്ള ഇക്കണോമിയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ 2 സെക്ടേഴ്സ് ഉണ്ട്, 3 സെക്ടേഴ്സ് ഉണ്ട്, 4 സെക്ടേഴ്സ് വരെ ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് ഈ വർഷം 2 സെക്ടേഴ്സ് ഉള്ളത് മാത്രമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും വരുന്നത് 2 സെക്ടർ, 2 മേഖലകൾ മാത്രമുള്ള ഇക്കണോമി, സമ്പദ് വ്യവസ്ഥയിലെ ഈ ഒരു കാര്യമാണ് എക്സാമിന് ചോദിക്കുക. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് C+I. സി എന്ന് പറഞ്ഞാൽ എന്താ? കൺസംഷൻ, നമുക്കറിയാം. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപത്തിന് സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഐ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇംഗ്ലീഷ് ടേം കൂടെ പഠിച്ചു വെക്കണം. ഇംഗ്ലീഷ് ടേമിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ഓരോ ഷോർട്ട് ലെറ്റർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ AD എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രിഗേറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ മൊത്തം ചോദനമാണ്. AD കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? C+I ആണ്. കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഉപഭോഗം പ്ലസ് നിക്ഷേപമാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കോളൂ. AD കർവാണ് ഞാൻ വരച്ചിട്ടുള്ളത്. നോക്കിക്കേ, എക്സ് ആൻഡ് വൈ ആക്സിസ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. എക്സ് ആക്സിസിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ക്യാപിറ്റൽ, വൈ ആക്സിസ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. വൈ ആക്സിൽ നമ്മൾ കൊടുക്കേണ്ടത് ഏതാ?
എ ഡി കർവാണ്. നമ്മൾ എ ഡി കർവ് അല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ വൈ ആക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഡി എന്നാണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നോക്കിക്കോ, ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളതാണ് എ ഡി കർവ്. എ ഡി കർവിന്റെ ഇക്വേഷൻ നോക്കിക്കോട്ടോ. എ ഡി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്, നോക്കിക്കോ, എ ബാർ പ്ലസ് സി ഇൻറ്റു വൈ. നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയല്ലേ, സി പ്ലസ് ഐ എന്ന് എഴുതി. ആ ഇക്വേഷൻ ഓർത്തു വെക്കണം. അതുപോലെ എ ഡി കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഇക്വേഷനാണ് എ ബാർ പ്ലസ് സി ഇൻറ്റു വൈ. ഇവിടെ എ ഡി എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്. എ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്നാണ് എ ബാർ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു ബാർ എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓട്ടോണമസ് എന്നാണ്. അപ്പോൾ എ ബാർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഓട്ടോണമസ് ചെലവുകൾ അല്ലെങ്കിൽ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ആണ്. പ്ലസ് സ്മോൾ ലെറ്റർ സി എന്താ? എം പി സി ആണ് അല്ലേ, എം പി സി. വൈ എന്താ? ഇൻകം ആണ്, വരുമാനമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വരച്ചത് കണ്ടോ? നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഞാൻ 0 നിന്നാണോ എ ഡി കർവ് വരച്ചത്? അല്ല, 0 നിന്നല്ല എ ഡി കർവ് വരച്ചത്. കുറച്ച് സ്പേസ് കണ്ടോ? ആ സ്പേസ് കണ്ടോ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്പേസ് അത്രയും ബ്ലാങ്ക് ആണ്. ആ ബ്ലാങ്ക് ആണെന്ത്? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ. ഇപ്പൊ നോക്കിക്കേ, എന്തുകൊണ്ടാണ് 0 നിന്നും തുടങ്ങാത്തത് എ ഡി കർവ്? കാരണം കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് തുടങ്ങുന്നത്. ആ സ്പേസ് എന്തിനെയാണ് കാണിക്കുന്നത്? യെസ്, എ ബാറിനെയാണ് കാണിക്കുന്നത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എ ബാർ എന്തിനെ സൂചിപ്പിക്കുന്നത്? ഓട്ടോണമസ് ചെലവുകളെയാണല്ലേ, ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ആണ് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ, അതൊന്ന് ആലോചിച്ച് വെക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇറ്റ് ഈസ് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ബിക്കോസ് ഓഫ് എം പി. എ ഡി കർവ് എന്താണ്? പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയ കർവാണ്, പോസിറ്റീവായിട്ട് സ്ലോപ്ഡ് ആയിട്ടുള്ള കർവാണ് എ ഡി എന്ന് പറഞ്ഞാൽ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അഗ്രിഗേറ്റ് സപ്ലൈ. അഗ്രിഗേറ്റ് സപ്ലൈ അല്ലെങ്കിൽ മൊത്തം പ്രധാനത്തെക്കുറിച്ചാണ്. അഗ്രിഗേറ്റ് സപ്ലൈ. അഗ്രിഗേറ്റ് സപ്ലൈ ഇസ് ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ സപ്ലൈ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ ഇക്കണോമി ഇൻ എ അക്കൗണ്ടിംഗ് ഇയർ. ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള എല്ലാ അന്തിമ സാധന സേവനങ്ങളുടെയും ആകെ പ്രധാനത്തെ, ആകെ സപ്ലൈ ആണെന്ന് പറയുന്നത് മൊത്തം പ്രധാനം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രിഗേറ്റ് സപ്ലൈയെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് എ എസ്. അഗ്രിഗേറ്റ് സപ്ലൈ അല്ലെങ്കിൽ മൊത്തം പ്രധാനം. എ എസ് കണ്ടുപിടിക്കാൻ, എ എസ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? വൈ ഈക്വൽ ആയിരിക്കും. വൈ എന്ന് പറഞ്ഞാൽ വരുമാനം. എ എസ് ഈക്വൽ ടു വൈ. അഗ്രിഗേറ്റ് സപ്ലൈ ഈക്വൽ ടു ഇൻകം അല്ലേ. മൊത്തം പ്രധാനം എന്ന് പറഞ്ഞാൽ വരുമാനത്തിന് തുല്യമായിരിക്കും. നെക്സ്റ്റ് ഞാൻ വരച്ചിട്ടുള്ളത് അഗ്രിഗേറ്റ് സപ്ലൈ കർവാണ്. അഗ്രിഗേറ്റ് സപ്ലൈ കർവാണ്. എക്സ് ആക്സിൽ ഔട്ട്പുട്ട് ആണ് കൊടുത്തിട്ടുള്ളത്, വൈ ആക്സിൽ എ എസ് ആണ്. എന്തുകൊണ്ട് എ എസ് കൊടുത്തത്? എ എസ് കർവ്, അഗ്രിഗേറ്റ് സപ്ലൈ കർവാണ് ഞാൻ വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് വൈ ആക്സിൽ എ എസ് കൊടുത്തത്, എക്സ് ആക്സിൽ ഔട്ട്പുട്ടാണ്. നോക്കിക്കേ, എ എസ് കർവ് 0 നിന്നാണ് തുടങ്ങുന്നത് അല്ലേ. ഇതൊരു 45 ഡിഗ്രി ആംഗിളിലുള്ള ലൈനാണ്. 45 ഡിഗ്രി ലൈനാണ് എ എസ് കർവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 0 നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, എ എസിന്റെ ഇക്വേഷൻ എന്താ? എ എസ് ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ അതിന്റെ കർവാണ് വരച്ചിട്ടുള്ളത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ഭാഗത്തോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് റിവിഷൻ സമയത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച്.